ഹായ് ഡിയേഴ്സ്, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഹാൾട്ടർ നെക്ക്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നോർമലി നമ്മൾ എങ്ങനെയാണ് ഒരു ബ്ലൗസിന് വേണ്ടിയിട്ട് മെഷർ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാനിവിടെ മെഷർ ചെയ്തെടുക്കുന്നത്. ഹാൾട്ടർ നെക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് സ്ലീവ്സ് വരുന്നില്ല, അതുപോലെ തന്നെ ഷോൾഡറും നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ചസാണ്. അപ്പോൾ 1/2 ഇഞ്ചസും കൂടി കൂട്ടിയിട്ട് ഞാനിവിടെ 3 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ആം ഹോളിൻ്റെ അങ്ങോട്ടേക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷോൾഡറിൻ്റെ ആ ഭാഗം റിമൂവ് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ ഭാഗം മാത്രമായിട്ട് വരുന്നത്. ഈ നെക്കിൻ്റെ ഈ ഒരു ഫ്രണ്ടിൽ ചെറിയൊരു വി ഷേപ്പിൽ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കോളറിന് വേണ്ടിയിട്ട് ലെങ്ത് 16 ഇഞ്ചസും വിഡ്ത്ത് 5 ഇഞ്ചസും ആയിട്ടാണ് എടുക്കുന്നത്. ഇതിന് രണ്ടായിട്ട് മടക്കിയിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ടോപ്പിൻ്റെ 2 സൈഡും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഒരു കോളറിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു നെക്കിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നേരെ ലൈനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ടോപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഹുക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് സ്ലീവ്സും വരുന്നില്ല, അതുപോലെ തന്നെ ഷോൾഡറും നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് വരുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോളർ നെക്ക് കൂടിയാണ് കേട്ടോ. ഇട്ടിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. കോളർ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പലോസോ പാൻ്റാണ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൂടിയാണ്.